ഒരു മനുഷ്യനെ ഇവർ ആസൂത്രണം ചെയ്ത് കൊന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും അതാരാണെന്ന്. 1948 ജനുവരി 30 ഡൽഹിയിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിന് അദ്ദേഹം നടന്നു വരികയായിരുന്നു. സർദാർ പട്ടേലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഈ വ്യക്തി, മഹാത്മാഗാന്ധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനതൊരു ഉദ്വേഗ ജനിപ്പിക്കാൻ വേണ്ടി പേര് അങ്ങനെ മനസ്സിൽ പിടിച്ചു വെക്കുന്നില്ല. മഹാത്മാഗാന്ധി ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണോ മഹാത്മജി? ഇവര് കൊന്നില്ലേ? എന്താ കാരണം? രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം ഈശ്വര അള്ളാ തേരോ നാം സബ്കോ സമ്മതി ദേ ഭഗവൻ എന്ന ഭജൻ, ആ ഭജൻ മുന്നോട്ട് വെക്കുന്ന ആശയം, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അള്ളാ എന്നും പറയാം. രാമന്റെ ഏറ്റവും വലിയ ഉപാസകനായിരുന്നു മഹാത്മജി. പക്ഷെ എനിക്ക് രാമൻ എന്ന് പറഞ്ഞാൽ റഹിം കൂടിയാണ് എന്ന് മഹാത്മജി പറഞ്ഞു പോന്നിട്ടുണ്ട്. അത് വേണ്ട, അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കണ്ട എന്ന് RSS തീരുമാനിച്ചു. ഈ നാടിന്റെ അപമാനമാണ്. ഈ നാടിന്റെ അഭിമാനമായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷെ ഈ നാടിന്റെ അപമാനം എന്താണ്? മഹാത്മാഗാന്ധിയുടെ വധം ആസൂത്രണം ചെയ്ത് അതിന്റെ രക്ഷാകർത്താവായി പ്രവർത്തിച്ച് ഘാതകന്മാരെ ആശീർവദിച്ച് പറഞ്ഞയച്ച ആ ഗൂഢാലോചനയിലെ പങ്കാളിയായ ഒരു മനുഷ്യൻ VD സവർക്കർ. ആ VD സവർക്കർ വധക്കേസിലെ പ്രതി തന്നെയായിരുന്നു. പിന്നെ ഈ വധക്കേസിലെല്ലാം നിങ്ങൾക്കറിയാം, വിചാരണയൊക്കെ നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ വേണ്ട പോലെ കുറ്റമറ്റ വിധത്തിൽ എല്ലാ തെളിവുകളും വിചാരണ കോടതിയിൽ ജഡ്ജിക്ക് 100% ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവിടെ അവതരിപ്പിച്ചില്ലെങ്കിൽ, ഇനി അഥവാ അവതരിപ്പിച്ചാൽ തന്നെയും ചില ജഡ്ജിമാർക്ക് സംശയാതീതമായി ഈ വ്യക്തിയുടെ പങ്ക് തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഈ വ്യക്തിയെ വെറുതെ വിടുന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും കൃത്യമായി തിരിച്ചറിയാവുന്ന ചില കുറ്റവാളികളെ തന്നെ അങ്ങനെയൊക്കെ വിടുന്ന അനുഭവങ്ങൾ പണ്ടും സമീപ ഭൂതകാലത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ മഹാത്മാഗാന്ധി വധക്കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതി 5-ാമത്തെയോ 6-ാമത്തെയോ പ്രതിയാണ്. ഞാനിപ്പോ അത് കൃത്യമായി ഓർക്കുന്നില്ല. 8-ാം പ്രതിയാണ്, വക്കീലാണ്. ആ VD സവർക്കർക്ക് ഗാന്ധിവധം ആസൂത്രണം ചെയ്തതിലുള്ള പങ്ക് എത്രയോ ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനമെടുത്ത് വരുന്നതിന് മുമ്പ് സവർക്കറെ വീട്ടിൽ ചെന്ന് ആ ചെന്ന സംഘത്തിൽ 2 പേർ താഴെ നിന്നു. മുകളിലത്തെ മുറിയിലാണ് സവർക്കർ ഇരിക്കുന്നത്. നാഥുറാം വിനായക് ഗോഡ്സെ യഥാർത്ഥത്തിൽ വെടിവെച്ചയാള്. ആ ഗോഡ്സെയും മറ്റൊരാളും കൂടി മുകളിൽ പോയി സവർക്കറുടെ അനുഗ്രഹം വാങ്ങി താഴെ വന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് വന്ന് കണാട്ട് പ്ലേസിലെ ഹോട്ടലിൽ മുറിയൊക്കെ എടുത്ത്, അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപമാനകരമായ കാര്യം എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡി യാതൊരു ലജ്ജയും കൂടാതെ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. തന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ VD സവർക്കറാണ് എന്ന്. അതാണ് ഇന്ത്യക്ക് അപമാനകരമായിട്ടുള്ള കാര്യം. അപ്പൊ സഖാവ് ബാലകൃഷ്ണന്റെ ഘാതകന്മാരുടെ പ്രവർത്തന ചരിത്രം ഇന്ത്യയുടെ വർഗീയ ലഹളകളുടെ ചരിത്രത്തിലേക്കും ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ
അതിഭീകര കൊലപാതകങ്ങളുടെ ചരിത്രത്തിലേക്കും ഒഴുകുന്ന രക്തത്തിലൂടെ ബന്ധിച്ചു കിടക്കുകയാണ്. അപ്പോൾ RSSനെതിരായി RSS മുന്നോട്ട് വെക്കുന്ന അപകടകരമായ നവഫാസിസ്റ്റ് പദ്ധതിക്കെതിരായി ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളെ അണിനിരത്തുക എന്നത് സഖാവ് ബാലകൃഷ്ണന്റെ രക്തസാക്ഷിത്വ സ്മരണ തുടിക്കുന്ന ഈ ദിനത്തിൽ നമ്മൾ ആവർത്തിച്ചെടുക്കേണ്ട പ്രതിജ്ഞയാണ്. തുടർന്നുള്ള നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലാകെ ആ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നിരന്തരം നടത്താൻ നമുക്ക് ചുമതലയുണ്ട്.